വിശദമായ വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട മായാവതിയും അഖിലേഷും മഹാസഖ്യം പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. കോൺഗ്രസുമായി സഖ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേത്തിയിലും കോൺഗ്രസിനെതിരെ മത്സരിക്കില്ല. ബിജെപി അധികാരത്തിലെത്തുന്നത് തടയാനാണ് സഖ്യം. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മായാവതിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ ബി.എസ്.പി സഖ്യപ്രഖ്യാപനം നടത്തിയത്. ബിജെപിയുടെ ദുഷ്ഭരണം നിർത്തലാക്കാനും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുമാണ് സഖ്യം. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 സീറ്റിൽ വീതം ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ബാക്കി വരുന്ന 4 സീറ്റിൽ 2 അജിത് സിംഗിന്റെ RLDക്കും 2 കോൺഗ്രസിനും നൽകും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ മണ്ഡലങ്ങളായ റായ്ബറേലി, അമേധി എന്നിവയിൽ സഖ്യം മത്സരിക്കില്ല. പക്ഷേ കോൺഗ്രസുമായി സഖ്യമില്ല. അഴിമതി പാർട്ടിയായ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനാകില്ലെന്നും മായാവതി പറഞ്ഞു. ബിജെപി ജാതിയടിസ്ഥാനത്തുള്ള പാർട്ടിയായി മാറി. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി വ്യക്തമാക്കി. आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है. യുപിയിൽ ബിജെപിയെ തോൽപ്പിച്ച മോദി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യം തുടരുമെന്നും ഇരുവരും അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഭിന്നിപ്പിന് ശേഷമാണ് സമാജ്വാദിയും ബി.എസ്.പിയും ബിജെപിക്കെതിരെ കൈകോർക്കുന്നത്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിനെ അവഗണിച്ചു എന്നതും ശ്രദ്ധേയമായി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന മോദി സർക്കാരിന് രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളാനാകുന്നില്ലെന്ന് എ.കെ. ആന്റണി. കർഷകരുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല. പ്രശ്നപരിഹാരത്തിന് മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളലാകും ആദ്യ നടപടിയെന്നും ആന്റണി പറഞ്ഞു. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കടം അധികരിച്ചപ്പോൾ അവർക്ക് 4 ലക്ഷം കോടിയുടെ കടം എഴുതിത്തള്ളാൻ മോഡി സർക്കാർ തയ്യാറായി. കോർപ്പറേറ്റുകളുടെ കടം വീട്ടാൻ, ബാങ്ക് കടം വീട്ടാൻ ലക്ഷങ്ങൾ എഴുതിത്തള്ളുന്ന മോഡി സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും. മോഡി ആവർത്തിച്ച് പറയുന്നു, കടാശ്വാസം നടക്കില്ല, കടത്തിന് മൊറട്ടോറിയം നടപ്പുള്ള കാര്യമല്ല, കട എഴുതിത്തള്ളൽ നടപ്പുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഞാൻ ഒപ്പിടാൻ പോകുന്ന ഫയലുകളിൽ ആദ്യത്തെ ഫയലുകളിലൊന്ന് കൃഷിക്കാരുടെ കടം വീട്ടുന്നു. അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. അതിലേക്ക് सरकार नई और आधुनिक व्यवस्थाओं का निर्माण कर रही है. ये व्यवस्थाएं बनने में समय जरूर लेती हैं, लेकिन इनका लाभ बहुत बड़े स्तर पर मिलता है. नहर जब बन रही होती है तब वो एक लंबे से गड्ढे के अलावा कुछ नहीं होता. कभी आने जाने वालों की नाराजगी भी होती है, लेकिन जब उस नहर से पानी खेत पहुंच जाता है तो उसके पीछे की सोच और श्रम का सीधा सीधा लाभ नजर आने लगता है. साथियों, देश का किसान इस बात का साक्षी है कि लागत का 1.5 गुना समर्थन मूल्य एमएसपी की मांग कितने दशकों से चल रही है. देश का किसान ये भी जानता है कि पहले कैसे इस सुझावों को ही फाइलों में दबा दिया गया था. ये भाजपा की सरकार है जिसने स्वामीनाथन आयोग की इस सिफारिश को
न सिर्फ लागू किया बल्कि हर संभव कोशिश रही है कि किसानों को लागत का 1.5 गुना एमएसपी मिले। इसमें अब भी जो अड़चनें आ रही हैं उन्हें राज्य सरकारों के सहयोग से दूर करने का ईमानदारी से प्रयास भी किया जा रहा है। किसानों से अन्न अनाज की खरीद को लेकर हम कैसे गंभीरता से काम कर रहे हैं इसका भी एक उदाहरण मैं आपको देना चाहता हूं। याद करिए, कुछ वर्ष पहले जब हम लोग आए उससे पहले की बात कर रहा हूं, दाल की कीमतों को लेकर कितना हल्ला मचाया जाता था। अब कितने दिन हो गए आपको टीवी चैनलों पर ब्रेकिंग न्यूज दालों की कीमत के संबंध में कि दाल की कीमत 7वें आसमान पर है, ये ब्रेकिंग न्यूज देखने को नहीं मिलता है। यह बदलाव आया कैसे? ये बदलाव इसलिए आया है क्योंकि दाल के उत्पादन, उसकी खरीद और उसकी कीमत को लेकर भाजपा सरकार ने एक दूरगामी सोच के साथ काम शुरू किया, नई नीतियां बनाई, नए फैसले किए। साथियों, पहले की सरकार ने अपने आखिरी के 5 वर्षों में, आप याद रखिए, अपने आखिर के 5 वर्षों में 7 लाख मैट्रिक टन दलहन और तिलहन की खरीद की। आप बताएंगे कितना? 7 लाख टन उनके आखिरी 5 साल में। आप भाजपा का सरकार का आंकड़ा सुनेंगे, हमने 4-4.5 साल में क्या किया, हमने खरीद की है कितनी, सुनेंगे आप? याद रखेंगे? याद रखेंगे? याद रखेंगे? भाइयों और बहनों, हमने बीते 4.5 वर्षों में लगभग 95 लाख मैट्रिक टन, यानी लगभग 13-14 गुना से अधिक उपज हमने किसान से खरीदी है। यह है हमारे काम का तरीका। लेकिन मैं ये ദില്ലിയിൽ ബിജെപി ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഏകദേശം പകുതിയെങ്കിലും എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഏത് വിഷയത്തിലാണ്? ശരത്, കേൾക്കാമോ? തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത ബിജെപി ദേശീയ കൗൺസിലിന് ഇന്ന് സമാപനം ആകും. ഇപ്പോൾ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഇല്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബിജെപി ഉയരങ്ങളിലെത്തിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കുമെന്ന വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹമെന്ന ബിജെപി അധ്യക്ഷൻ അമിത്ഷാ യോഗത്തിൽ ആവർത്തിച്ചിരുന്നു. മോദിയും യോഗത്തെ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ സംസാരിക്കും. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷനിലെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും AK പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം CBI റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് AK പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കി.
CVC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതിചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ 2ാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതിചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലമായൂരിൽ വാഹനാപകടം. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് സംഭവം? ആൾട്ടോ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർ മരണപ്പെട്ടു. അതിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഉണ്ടായിരുന്നത്. ഇവർ വടശ്ശേരിക്കര സ്വദേശികളാണെന്നാണ് സൂചന. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ID കാർഡ് മാത്രമാണ്. അതിൽ അഞ്ജന സുരേഷ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്നവരാണോ എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ആകെ ഇതിനകത്തുള്ള ഒരു മേൽവിലാസം എന്ന് പറയുന്നത് അഞ്ജന സുരേഷ് വടശ്ശേരിക്കര എന്നുള്ള ഒരു വിവരം മാത്രമാണ്. അത് കാറിൽ ഉണ്ടായിരുന്നവരാണോ എന്ന് അറിയില്ല. എന്തായാലും വടശ്ശേരിക്കര സ്വദേശികൾ അല്ലെങ്കിൽ അവ ബന്ധമുള്ളവരാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഒരു പോലീസ് നൽകുന്ന സൂചന. ഇവരുടെ മൃതദേഹങ്ങൾ മുഴുവനും കടക്കൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ കാർ നിശേഷം തകർന്നു. രാജ്കുമാർ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? വാഹനത്തിൽ നിന്നും ഇവരെ പുറത്തെടുത്തത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഇത് എങ്ങനെയാണ്, വേഗതയായിരുന്നോ അപകട കാരണം? അത് സംബന്ധിച്ച് പ്രാഥമികമായ വിവരങ്ങൾ എന്ന് പറയുന്നത് കാറും ബസ്സും കൂടി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയിട്ടുള്ള വിവരം. അവർ പോലീസിനോട് അങ്ങനെയാണ് പറഞ്ഞത്. ഇതിൽ ഏത് വാഹനത്തിനാണ് അമിത വേഗത എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും അപകടത്തിൽ കാർ നിശേഷം തകർന്നാണ് അതിലുണ്ടായിരുന്നവർ മുഴുവനും തൽക്ഷണം മരിച്ചത്. ഇവരുടെ എല്ലാം മൃതശരീരങ്ങളെല്ലാം ചിന്നിച്ചിതറിയ നിലയിലുമാണ്. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 5 മരണം സംഭവിച്ചിരിക്കുകയാണ്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. രാജ്കുമാർ, ഇപ്പോൾ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഉച്ച സമയമാണ്, ഈ സമയത്താണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ 5 പേരെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളോ എന്ന രീതിയിലുള്ള കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കൊല്ലമായൂരിൽ വാഹനാപകടത്തിൽ 5 മരണം സംഭവിച്ചിരിക്കുന്നതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കാറും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആയൂരിൽ വെച്ചായിരുന്നു സംഭവം. അപകടത്തിൽ 5 മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് അപകട കാരണം എന്ന കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. വണ്ടിയിലുണ്ടായിരുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഒരാളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത് കാറിലുള്ള ആളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പുതിയ CBI ഡയറക്ടറുടെ പട്ടികയിൽ നിന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ പുറത്തായെന്ന് സൂചന. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം YC മോദി പട്ടികയിൽ തുടരുന്നു. അലോക് വർമ്മയ്ക്ക് പകരം ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പട്ടിക തയ്യാറാക്കിയത്.
എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നത സമിതിയുടെ പരിഗണനയിൽ വരിക. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. FIR രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി വിധി നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതോടെ ഒരു തരത്തിലും അസ്താനയെ പറ്റുന്നുറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കേന്ദ്ര കമ്മിറ്റി മുൻ അംഗവും ഹിമാചൽ പ്രദേശ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഗുരു മോഹൻ സിംഗ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മോഹൻ സിംഗ് 1998 മുതൽ 2005 വരെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1991 മുതൽ 2004 വരെ ഹിമാചൽ പ്രദേശിൽ പാർട്ടിയെ നയിച്ച മോഹൻ സിംഗിന്റെ മരണത്തിൽ പോളിറ്റ് ബ്യൂറോ അനുശോചിച്ചു. വിലമതിക്കാനാകാത്ത നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായതെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ അനുശോചനക്കുറിപ്പിൽ പറയുന്നു. ആലപ്പാട് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രിമാർ. ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ സർക്കാർ പരിശോധിക്കും. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായ മുൻകൈ എടുക്കും. ആലപ്പാട് ആ പ്രശ്നങ്ങളാകെ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ IRE എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവരതിൽ ഒരു 3 പ്ലോട്ട് അവർക്ക് തിരിച്ച് നേരത്തെ കൊടുത്തതാണ്. അതിൽ ഒരു പ്ലോട്ടിൽ നിന്ന് മാത്രമേ ഇപ്പോൾ അവർ എടുക്കുന്നുള്ളൂ ഈ മണൽ. ആ മണൽ തന്നെ ഈ കടൽ അടിച്ചുകൊണ്ടുവരുന്ന മണലെടുക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കരയിടിഞ്ഞോ മറ്റേതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കാൻ സാധാരണഗതിയിൽ സാധ്യതയില്ലാത്തതാണ്. ഇപ്പോഴെന്താണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം. കുഴിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ഭാഗം ആരോ വാരിക്കൊണ്ട് പോവുകയാണ് പതിറ്റാണ്ടുകളായിട്ട്. അറിഞ്ഞിരിക്കും, അതാരും പറയുന്നില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മല പോലെ പോകേണ്ടതല്ലേ എന്ത്? ഇത് കൃത്യമായി ഇത് വാരിക്കൊണ്ട് പോവാണ് ആരോ. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെൻറ്. ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. ഇപ്പോൾ ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, മന്ത്രിമാർ സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന് തീരുമാനം പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? മാസങ്ങളായി നടക്കുന്ന സമരം അത് സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നു എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ പുതിയ നടപടിയിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് ബുധനാഴ്ചത്തേക്ക് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിഷയം കൃത്യമായി തന്നെ പഠിച്ചതിന് ശേഷമായിരിക്കും പ്രായോഗികമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും നമുക്കറിയാം, നേരത്തെ നിയമസഭാ സമിതി ഉൾപ്പെടെയുള്ളവർ ഖനനത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഖനനത്തിന് പ്രത്യക്ഷമായ എതിർപ്പ് ഇല്ലെങ്കിൽ കൂടിയും നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഖനനം നടത്തിയതിനു ശേഷമുള്ള മണ്ണ് ആ പ്രദേശത്ത് തന്നെ നിക്ഷേപിച്ചുകൊണ്ട് പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു സമിതി മുൻപോട്ട് വെച്ചിരുന്ന പ്രധാനമായ ശുപാർശ. ഈ ശുപാർശ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സമരസമിതിക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ആലപ്പാട് ഖനന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൗരവത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നതിന്റെ സൂചകം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. പ്രിയ, ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. സർക്കാർ ഈ ഒരു വിഷയത്തെ ഗൗരവമായി കണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ
മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിന് ഉദ്യോഗസ്ഥരെ വിളിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രിമാർ അറിയിച്ചിരുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. ശബരിമല വിഷയത്തിൽ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി. ശബരിമലയിൽ താൻ ദർശനം നടത്തുമെന്നും അതിനുശേഷം മാത്രമേ പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നും തൃപ്തി ദേശായി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു തൃപ്തിയുടെ പ്രതികരണം. ശബരിമലയിൽ മണ്ഡല ഉത്സവകാലത്തെ ദർശനത്തിനെത്തിയ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി സംഘപരിവാർ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നേരത്തെ മടങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് സന്നിധാനത്തേക്ക് താൻ വീണ്ടും എത്തുമെന്ന് വെല്ലുവിളിയുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ അറിയാതെയായിരിക്കും സന്നിധാനത്തെ താൻ ദർശനം നടത്തുകയെന്നും 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അണിനിരത്തി മനുഷ്യച്ചങ്ങലയിലൂടെയായിരിക്കും ദർശനം നടത്തുകയെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. जब प्रवेश करेंगे तो प्रवेश करके जब बाहर आएंगे तब तक आपको जो है वो पता भी नहीं चलेगा. यह हमारा चैलेंज है. इससे अच्छा है कि जो महिलाएं 10 to 50 इयर्स की वहां पे जाना चाहती है तो उनको ह्यूमन चेन करके आपने जो है वो प्रवेश देना चाहिए. और रहा हमारा मुद्दा, താൻ ഇതിനെ ചലഞ്ചായാണ് നോക്കിക്കാണുന്നത്. പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് ഗാന്ധി മാർഗത്തിലൂടെയാകണമെന്നും അക്രമമല്ല സ്വീകരിക്കേണ്ടതെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. क्योंकि हमारा गांधीगिरी मार्ग से आंदोलन होकर भी आपका वायलेंस आंदोलन आपने किया और आप जो है वो हमारे गांधीगिरी मार्ग को डर रहे हैं. तो ये समाज में बहुत अच्छा संदेश जो है वो जा रहा है. അതേസമയം താൻ ഉൾപ്പെട്ട സംഘം സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന വാർത്ത അഭ്യൂഹം മാത്രമാണെന്നും തൃപ്തി പ്രതികരിച്ചു. मैं उन विरोधकों को यही कहना चाहूंगी कि ന്യൂസ് ഡെസ്ക്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നത്. രാജപ്രതിനിധി രാഘവ വർമ്മ രാജ തിരുവാഭരണത്തിന് അകമ്പടി സേവിക്കും. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്, വിവരങ്ങൾ. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് 1 മണിക്ക് ശേഷമായിരുന്നു പുറപ്പെട്ടത്. 14 വൈകിട്ട് സ്ഥാനത്ത് നിന്ന് തിരുവാഭരണം ചാർത്തിയാണ് തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ ദീപാരാധന അർപ്പിക്കുന്നതോടെയാണ് പൊന്നമ്മൻ വീട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ തന്നെ പന്തളം സാമ്പത്തിക കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സോപാനത്തിലേക്ക് മാറ്റിയിരുന്നു. 12:30 വരെ ഭക്തർക്ക് തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തിരുവാഭരണ പേടകങ്ങൾ അടച്ചതിനു ശേഷം മേൽശാന്തി പൂജ നൽകിയ ഉടവാൾ രാജപ്രതിനിധിയായ മൂലം തിരുനാൾ രാഘവവർമ്മയെ കൈമാറി. തുടർന്നാണ് വെള്ളിസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയെ നേരിടുന്ന സംഘം തിരുവാഭരണം ചേർത്ത് എത്തിയത്. ഇതിനു മുമ്പ് ഘോഷയാത്ര പുറപ്പെടാനുള്ള അയ്യപ്പന്റെ അനുവാദം അറിയിച്ച ആകാശത്ത് കൃഷ്ണന്റെ 3 തവണ വട്ടമിട്ട് പറന്നിരുന്നു. ഇപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കുകയാണ്. കുളനട ദേവീക്ഷേത്രത്തിലാണ് ഉച്ചകഴിഞ്ഞ് ആദ്യ സ്വീകരണം നൽകുന്നത്. തുടർന്ന് ഉള്ളന്നൂർ, കിടങ്ങന്നൂർ, ആറന്മുള, കോഴഞ്ചേരി വഴി അയിരൂർ പുതിയകാവിലാണ് ക്ഷേത്രം ഇന്ന് വിശ്രമിക്കുന്നത്. തിരുവാഭരണ സംഘം ഇന്ന് വിശ്രമിക്കുന്നത്. പ്രിയ.